അതിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നേരത്തെ തന്നെ അലർട്ടാവാൻ വേണ്ടി നമുക്ക് നിർദ്ദേശം നൽകണം. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് നമുക്ക് യെല്ലോയും ഓറഞ്ചും റെഡും പോലെയുള്ള അലർട്ടുകളൊക്കെ കിട്ടിത്തുടങ്ങിയത്. ഈ കളറിനനുസരിച്ചുകൊണ്ട് മഴയെയും മഴ വർഷിക്കുന്നതിനെയും ജാഗ്രതയോടുകൂടി കാണണം എന്നുള്ളതാണ് നമ്മുടെ ഭരണകൂടവും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് മഴമേഘങ്ങൾ കനത്തിരുണ്ട് മൂടിക്കഴിഞ്ഞാൽ അവിടുന്ന് എന്താണ് ചെയ്യാറുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം പള്ളിയിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവിടുന്ന് അല്ലാഹുവിനു വേണ്ടി നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ്. അല്ലാഹുവേ ഇസ്കിനാ ഗൈസം മുഗീസ, പടച്ചവനെ സമൃദ്ധമായ മഴ, റാഹത്തുള്ള മഴ, ഞങ്ങൾക്ക് ഉപകാരമുള്ള മഴ അത് വർഷിപ്പിക്കണമേ എന്ന് ആ മഴയിൽ നിന്ന്, ആ മഴമേഘത്തിൽ നിന്ന് വർഷിച്ചേക്കാനിടയുള്ള ആപൽക്കരമായ പേമാരി തുള്ളികളെ സംബന്ധിച്ച് അവിടുന്ന് അങ്ങേയറ്റം പരിഭ്രാന്തിയും ബേജാറും ഭയവും അവിടുന്ന് പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്രകാരം മഴയുടെ വരവിനെയും സംബന്ധിച്ചുള്ള സൂചനകളെ അതീവ ജാഗ്രതയോടുകൂടി കാണാനും അതിനെയൊക്കെ ഗൗരവത്തോടുകൂടി കാണാനും ആ നിലക്ക് സുരക്ഷാ നടപടികളും ക്രമീകരണങ്ങളും സ്വീകരിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. കഴിഞ്ഞ 1-2 ദിവസം പെയ്ത മഴയും കൊണ്ട് ഒരുപാട് ആളുകളുടെ കിടപ്പാടങ്ങളും അവരുടെ സമ്പാദ്യങ്ങളും ജീവൻ വരെ നഷ്ടപ്പെടാൻ ഇടയായിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യ മഹാരാജ്യം കൊണ്ട് തന്നെ ഇങ്ങനെ പ്രളയബാധിതരായ ആളുകൾക്ക് വേണ്ടി സാമ്പത്തികമായ സമാഹരണം നടത്തുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലുള്ള കളക്ഷൻ അതായിരിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഈ ആഴ്ച എടുക്കേണ്ടതായിരുന്നുവെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ ഗൗരവമേറിയ ഒരു വിഷയത്തിൽ നമ്മൾ ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ സാമ്പത്തിക സഹകരണം ആവശ്യപ്പെടുകയാണ്. നമ്മുടെ തൊട്ടടുത്ത ഈ മഹലിൽ തന്നെ താമസിക്കുന്ന കൊടവച്ചാൽ പറമ്പിൽ താമസിക്കുന്ന അൽത്താഫ് എന്ന് പറയുന്ന 41 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ ഗുരുതരമായി 3 മാസമായി കൊണ്ട് യൂറോസെപ്സിസ് എന്ന രോഗം ബാധിച്ചുകൊണ്ട് വളരെ അദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിൽ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന് ഇതിനോടൊപ്പമുള്ള ചികിത്സക്ക് തന്നെ ലക്ഷക്കണക്കിന് രൂപ അതിന് ചെലവ് വന്നിട്ടുണ്ട്. വളരെ നിർധനായിട്ടുള്ള കൽപ്പണിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഇങ്ങനെ രോഗിയാവുകയും ചികിത്സയിലാവുകയും ചെയ്തതോടുകൂടി കുടുംബം തന്നെ വലിയ പ്രയാസത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോ രോഗങ്ങൾ നമുക്കൊക്കെ ഉണ്ടാക്കുന്ന പ്രയാസത്തിന്റെ ആഴവും വ്യാപ്തിയും അറിയുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ സഹോദരന്റെ രോഗശമനത്തിന് വേണ്ടി പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ജുമാക്ക് ശേഷം പരമാവധി അദ്ദേഹത്തിന്റെ വേണ്ടിയുള്ള സാമ്പത്തികമായ സഹായത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായങ്ങൾ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിൽ എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ, സുന്നത്തുകൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതിനെ സംബന്ധിച്ച് ജാഗ്രത വഹിക്കുകയും അതൊക്കെ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്ന, സുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്ന മുത്തബഅ സുന്നകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രാജ്യത്ത് മഴ കൊണ്ടുണ്ടാകുന്ന കെടുതികളുമൊക്കെ ശക്തി ആർജിച്ചു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും റാഹത്തിന്റെയും ഗൈസ് അല്ലാഹു ഇത്തരത്തിലുള്ള സമൃദ്ധിയുടെ മഴ നമുക്ക് അല്ലാഹു വർഷിപ്പിച്ചു തരികയും മഴയില്ലാത്തിടങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴയെ ഒഴിമാറ്റി വർഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പിഴവുകളും അബദ്ധങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. മഴയും അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടുവാനുള്ള വഴിയായിക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും സ്വതക്കകൾ ധാരാളമായി നിർവഹിക്കാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പ്രകാരം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കാനുള്ള വിശാല മനസ്സ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം സത്യവിശ്വാസം, സത്യസന്ധതയും വിശുദ്ധിയും തൗഹീദും ഈമാനും സുന്നത്തും മുറുകെ
പ്രാർത്ഥിക്കുന്ന ഏറ്റവും ഉത്തമനായ മുഅ്മിനീകളിൽ മുവഹിദുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമായ മുവഹിദായി ജീവിക്കുന്നതിന്റെ പേരിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പീഡനങ്ങളും അസ്വസ്ഥതകളും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്വാസത്തോടെ ആർജവത്തോടെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനും കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ജീവിച്ച് അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അതിന്റെ ഘനഭാരം കൊണ്ട് രക്ഷപ്പെടാനുമുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹുവിന്റെ രോഗങ്ങൾ എത്രയും വേഗത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.